ഹായ്, എൻ്റെ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഈ പോണത് എങ്ങടാന്നറിയോ? ഗാനമേള കാണാനാണ് കേട്ടോ. ഇത് വട്ടേനാട് ദേശ കമ്മിറ്റിയുടെ വക ആമക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് ഗാനമേള നടത്തുന്നുണ്ടായി അവർ. അപ്പോൾ തൃശ്ശൂർക്കാരുടെയാണ് ഗാനമേള. തലേദിവസം വീരനാട്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതും വട്ടേനാട് ദേശ കമ്മിറ്റി നടത്തി വരാറുള്ളതാണ് ഓരോ തവണ. അതായത് ഓരോ വർഷവും ആമക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് പരിപാടികൾ വട്ടേനാട് നടത്താറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീരനാട്യം ഉണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു. പിന്നെ 5 ആനേനെ എഴുന്നള്ളിക്കുന്നുണ്ട് 13-ാം തീയതി പൂരത്തിന്. അപ്പോൾ അവയുടെ ആനച്ചമയ പ്രദർശനം ഉണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. 2 ദിവസത്തെ പ്രോഗ്രാമും നന്നായിരുന്നു. വട്ടേനാട് ദേശക്കാർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. വട്ടേനാട് ദേശ കമ്മിറ്റിക്ക് എൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. ഗാനമേള ഞങ്ങൾ കുറച്ച് നേരം കാണാൻ നിന്നോളൂ കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്കും ഏട്ടനും പനിയും ചുമയാണ്, ശബ്ദമൊന്നുമില്ല. അപ്പോൾ മഞ്ഞ് അധികം നേരം കൊള്ളാൻ പറ്റില്ല. തലേദിവസം വീരനാട്ടിൽ തന്നെ ഫുള്ളായിട്ടിരുന്ന് കണ്ടപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ കുറച്ച് നേരം കണ്ടിട്ട് ഞങ്ങൾ പോന്നു, ആനച്ചമയം കൂടെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ആനച്ചമയ പ്രദർശനം കണ്ടാലോ. കുട്ടികളും അച്ഛന്മാരും അമ്മമാരും പെൺപിള്ളേരും എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. പാട്ടിനൊപ്പം എല്ലാവരും ചുവട് വെച്ചു. ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്. നമ്മുടെ ദേശത്തൊരു പരിപാടി നടക്കുമ്പോൾ അതിന് ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വട്ടേനാട് ദേശക്കാർക്കും വട്ടേനാട് ദേശ സെൻട്രൽ കമ്മിറ്റിക്കും എൻ്റെ വക എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. തുടർന്നും ഓരോ വർഷവും ഇതുപോലുള്ള കലാപരിപാടികൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾ വട്ടേനാട് വന്നിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടികൾ കാണുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനും സാധിച്ചു. നല്ല പരിപാടികളായിരുന്നു. എല്ലാവർക്കും താങ്ക് യു.